ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് സ്റ്റിച്ചിങ് ഉണ്ട്. ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 മാസം വെക്കേഷൻ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്കൊന്ന് പോകണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിനും പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊട്ട് ലേറ്റാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ മഠത്തിലാണ് സ്റ്റിച്ചിങ് പഠിക്കണത്. ഇതെൻ്റെ പണ്ടത്തെ UKG ക്ലാസ്സും കൂടിയാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു മാസം ആവാറായിട്ടുണ്ടാവും ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ 10th ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എന്നാലും ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്തു എന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ് ഒക്കെ കഴിയാറായപ്പോൾ പുറത്ത് നല്ല മഴയും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബോർഡൊക്കെ തകർന്ന് വീണ് കിടക്കുകയായിരുന്നു നമ്മൾ പെട്ടു. കൊടയില്ല, ഞാൻ പോവാണ്. നമ്മളിപ്പോ വാല തുറക്കാണ്. വാലേ ഇത് സാധനം ഗേറ്റ് തുറക്കാണ്. കടുത്ത് കൊട വരെ പുറത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ നന്നായി ഒതുങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വില്ലേജ് ഓഫീസിൽ പോയിട്ട് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് വന്നപ്പോൾ വീട്ടിലേക്ക് എത്തും. നമ്മൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ മഴയൊക്കെ ഒതുങ്ങി ഒന്ന് ശാന്തമായപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് സ്കൂളിലേക്ക് വന്നേക്കാണ്. ഇത് ആൻസിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഫേയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതിന് ശേഷം അവൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണ കടയിലേക്ക് പോയി. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഹലോ ഗൈസ്, നമ്മൾ ജിമ്മിന് വന്നേക്കാണ്. വർക്കൗട്ടൊക്കെ ചെയ്ത് നമുക്ക് ജിമ്മിലോട്ട് പോകാം. അതെ, ജിമ്മിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ജിമ്മല്ല, അത് ശരിക്ക് ഹെൽത്ത് സെൻ്ററാണ്. ഹെൽത്ത് സെൻ്ററിൻ്റെ മുകളിലത്തെ നിലയിൽ മാത്രമാണ് ജിമ്മ് ഉള്ളത്. ജിമ്മിലെത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജിമ്മിലേക്ക് അടുത്ത് കാലേ ഒരുമിച്ചാട് നമ്മളിങ്ങനെ കയറി. അല്ലെ ഗൈസിൽ നമ്മൾ ജിമ്മിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എൻ്റെ മോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല പറയാൻ എന്നെ അങ്ങനെ കാണാം. പൊട്ടിയിട്ട് പോവാറുണ്ട്. അതന്നെ. അപ്പം നമ്മളിനി സ്റ്റാർട്ടിങ്ങിനാണ് പോകുന്നത്. വൈബാക്കും. ജിമ്മിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ചെയ്യാണ്ട്. പിന്നെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഉണ്ണീനെ അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അനിയനെ. അവിടെ വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ കൊണ്ടുപോയതാണ്. പിന്നെ ഞങ്ങൾ എയറോബിക്സ്, സൂംബ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എക്സസൈസായിട്ട്. കുറേ ചെയ്തു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 30 മിനിറ്റ്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ വെയ്റ്റ് ട്രെയിനിങ് തുടങ്ങി. വെയ്റ്റ് ട്രെയിനിങ്ങിൽ ഡംബൽ എക്സസൈസ് ഉണ്ടായിരുന്നു. പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെടുക്കാൻ മറന്നുപോയി. ഏകദേശം അന്നമോൾ തീരുമാനമായി. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ കഴിഞ്ഞു. പോയിട്ട് ബാക്കി കാണാം. നമ്മൾ വന്നതിൻ്റെ തെളിവാൻ തോന്നുന്നു. ഇന്നത്തെ ജിമ്മ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. എന്താണ് നിന്റെ അഭിപ്രായം? ചേച്ചി വർക്കൗട്ട് ചെയ്യണ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എനിക്ക് ഇഷ്ടമാണ് വർക്കൗട്ട്. നീ ചെയ്യാറുണ്ട്? ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫംഗ്ഷന് പോകാൻ പോവാണ്. മരണപ്പാട്ടം. നമ്മളിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനല്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ.
അങ്ങനെ എൻ്റെ ഫാമിലീനെ റിലേറ്റീവ്സ് എല്ലാവരും ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ടു. ഞാനതവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അവരോട്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു വീഡിയോ ഇടാത്തത് അധികം എന്താണെന്ന്. മെയിനായിട്ടുള്ള കാരണം ഞാൻ അഡ്മിഷൻ്റെ ഓരോ തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ +2 കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോവാണ്. അടുത്ത മാസം പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലാഗ് ആവുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ഇടാം. കണ്ടൻറ്റ്, ഒന്നാമത്തെ കാര്യം കണ്ടൻറ്റ്. പിന്നെ ഈ പറയണ പോലെ പിന്നെ ചെറിയൊരു ക്യാൻഡിലിൻ്റെ പരിപാടിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലാഗാവണേ. ഹലോ, അപ്പോൾ ഞാൻ ഒരു ഗെറ്റ് ടുഗദറിന് വന്നേക്കുവാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു, രാത്രിയായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.